നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൻ്റെ പല അപ്ഡേറ്റ്സും വന്നിരുന്നു. അതൊക്കെ ഷെയർ ചെയ്തിരുന്നു. QR കോഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലർക്കും ഇപ്പോഴല്ല എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ വ്യൂസ് കുറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അടുത്തിടെ കുറേ പേരെങ്കിലും ഇത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നല്ല കണ്ടൻറ് ഇട്ടാലും എന്തൊക്കെ വഴികൾ നോക്കിയാലും വളരെ കുറഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൻ്റെ വ്യൂസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അൽഗോരിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് കൊണ്ട് വ്യൂസൊക്കെ വളരെയധികം കുറഞ്ഞാണ്. ഷോർട്സ് ആയാലും ശരി, ലോങ് വീഡിയോസിനൊക്കെ 1000-ൽ പുറത്ത് വന്നുകൊണ്ടിരുന്ന വ്യൂസൊക്കെ ഇപ്പോൾ 200-300 ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ വ്യൂസ് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നീട് അതുപോലെ പഴയതുപോലെ വ്യൂസ് നല്ല നല്ല വീഡിയോസിനൊക്കെ കൂടി വരും. അപ്പോൾ അതൊരു സാധാരണമായിട്ടുള്ളൊരു പ്രക്രിയയാണ് യൂട്യൂബിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വ്യൂസ് കുറഞ്ഞു എന്ന് മടിച്ചിട്ടോ ഇല്ല പരിഭ്രമിച്ചിട്ടോ വീഡിയോസ് ഇടാതെ ഇരിക്കരുത്. ഈ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാലും ആകെ മൊത്തം ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം വന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് പലരും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് എത്ര പേര് കണ്ടു വീഡിയോസ്, അത് നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കിക്കാണുന്ന പ്രവണത മിക്ക ആളുകൾക്കും ഉണ്ട്. കാരണം കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാനൊക്കെ ധാരാളം സമയം നീക്കി വെക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ചും വേറെ വർക്കിന് പോകുന്നവരോ ഈ വീട്ടിൽ ബിസി ആയിട്ടുള്ള ഈ ഹോം മേക്കേഴ്സിനൊക്കെയോ അവർക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയമൊക്കെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരു കണ്ടൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് വീഡിയോ ഒക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യുക. പിന്നെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഒരുപാട് സമയം ചിലവാക്കി വളരെ കഷ്ടപ്പെട്ടിട്ടുമാണ് ഈ പ്രക്രിയ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതെന്നും ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിനിടയിലും ഈ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ചും ഇത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അൽഗോരിതം അതുപോലെ റെക്കമെൻഡേഷനും ഒക്കെ യൂട്യൂബ് കൊടുക്കണമെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നവർക്കാണ് ഇത് കൂടുതലും ഇങ്ങനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് കണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാവരും മടി കൂടാതെ ഇപ്പോൾ കുറേ പേര് സ്ഥിരമായിട്ട് മുമ്പ് ഇട്ടുകൊണ്ടിരുന്നവർ എൻ്റെ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിൽ ശരി, അത് പെട്ടെന്ന് തന്നെ അവർ ആ വീഡിയോസ് ഇടുന്നത് കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിൽ നിന്നും കിട്ടിയ വാച്ചവേഴ്സോ കാര്യങ്ങളോ അതിൻ്റെ ബെനിഫിറ്റ്സോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കുറേ കാലം ഇടാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ പ്രതികൂലമായിട്ടത് ബാധിക്കും. അപ്പോൾ കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടെങ്കിൽ എന്തൊക്കെയായാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു 2-3 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു ലോങ് വീഡിയോയോ എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റിലും കാണുന്ന കാഴ്ചകളോ അന്നത്തെ സംഭവങ്ങൾ ഈ വ്ളോഗ്സ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അത് ഒന്ന് ഇട്ട് കൊണ്ട് പോകുന്നതാണ് മുമ്പോട്ടുള്ള, അതായത് നിങ്ങൾക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കണം, അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളൊക്കെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇതിന് വിപരീതമായിട്ട് പല ഫാമിലി മെമ്പേഴ്സ് നല്ല നല്ല വ്ളോഗ്സ് ഇടുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഓരോരോ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് നമ്മൾ കാണാൻ തുടങ്ങിയാൽ പാതിയിൽ വെച്ചിട്ട് വിട്ടു പോകാനേ മനസ്സ് തോന്നാത്ത രീതിയിൽ നല്ല കണ്ടന്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ആ പരിശ്രമത്തിൻ്റെ ഫലം ഒരു ദിവസം ലഭിക്കാതെ ഇരിക്കുകയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും, അപ്പോൾ എനിക്ക് മുമ്പൊരു ചാനൽ ഉണ്ടായിരുന്നു ഇതുപോലെ വളരെ വ്യൂസൊക്കെ കുറഞ്ഞ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നൊക്കെ അത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളല്ല വർഷങ്ങളായി തന്നെ വളരെ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഒരു 6 മാസം 8 മാസത്തോളം ഞാൻ എന്നും വീഡിയോസ് ഇട്ട് നോക്കിയാലും വ്യൂസൊക്കെ 100-200 ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് അത് ഞാൻ വിടാതെ അതൊരു പരീക്ഷണം എന്ന ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും അതിൽ നല്ല ലക്ഷക്കണക്കിന് വ്യൂസ് വരാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അതുപോലെ ഇപ്പം ഈ ചാനലും അതേ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ കഴിയുന്നത് മുമ്പൊക്കെ എന്നും കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ പല പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസും കാരണം ഇടാൻ സമയം കിട്ടുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ സമയം കണ്ടെത്തി ഒരു ആഴ്ചയിൽ ഒരു 3-4 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നല്ല മുമ്പുണ്ടായിരുന്ന അതേ ആ മോട്ടിവേഷനിൽ തന്നെ ആ ഉത്സാഹത്തോടെയും മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു റീച്ചും കിട്ടും, നല്ല ചാനലിന് ഗ്രോത്തും കിട്ടും. കൂട്ടുകാരൊക്കെ മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ധാരാളം പേര് എപ്പോൾ ഞാൻ വീഡിയോ ഈ ചാനലിൽ വരുമ്പോഴും അവർ മറക്കാതെ തന്നെ ഉടനെ വന്നിട്ട്
വീഡിയോസ് കാണാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വീഡിയോസുമായിട്ട് ഇനിയും വരാം. തുടർന്നും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും എനിക്കറിയാം. ഓരോ ചാനലുകളും അതാരാണ്, അതെന്തൊക്കെ, അതിൽ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും രാത്രിയിൽ ഒരു മണിക്കൂറെങ്കിലും എല്ലാവരുടെയും ചാനൽ കാണാതെ അന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിക്കാറില്ല. അതുപോലെ തുടർന്നും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.